പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. പൊന്നൊരുക്കുന്നിടത്തെന്താ പൂച്ചയ്ക്ക് കാര്യം എന്ന പോലെയാണ് പോർക്ക് വിഷയത്തിൽ കൂടത്തായിയുടെ ഇടപെടൽ. വല്ല കാര്യവും ഉണ്ടായിരുന്നോ പോർക്ക് വിഷയത്തിൽ കൂടത്തായിക്ക് ഇടപെടേണ്ട? വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും എന്നൊരു പ്രാർത്ഥനാ വാക്യത്തോടെ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സദസ്സിനോട് നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് സംസാരിച്ച് തുടങ്ങുക പുണ്യമാണ് എൻ്റെ വിശ്വാസപ്രകാരം. പക്ഷെ അത് എൻ്റെ വിശ്വാസപ്രകാരമാണ്. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ഇവിടെ എല്ലാ വിശ്വാസങ്ങളും എല്ലാ വിശ്വാസങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു മാന്യത നൽകുന്ന ഒരു രാജ്യമാണ് ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ചാനലിൽ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകളും നമ്മുടെ ചാനലിൽ വ്യൂവേഴ്സാണ്, സബ്സ്ക്രൈബേഴ്സാണ്. ഇതൊരു ഇസ്ലാമിക ചാനലല്ല. ഇവിടെ ദീനിയായ കാര്യങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ദീനിയായ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളല്ല, നിസ്കാരത്തെക്കുറിച്ചോ ഖുർആൻ പാരായണത്തെക്കുറിച്ചോ ഒന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകളും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന് തുടങ്ങുന്നത്. കാരണം ഇവിടെ എനിക്ക് എൻ്റെ രാജ്യത്തോട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മാന്യത എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന ഒരു തുടക്കം അസ്സലാമു അലൈക്കും എന്നാണെങ്കിൽ അവിടെ ഞാൻ എൻ്റെ രാജ്യത്തോട് ഞാൻ എന്നും കുറ്റം ചെയ്യുന്നവളായി മാറും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ വിശ്വാസം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ വിശ്വാസപ്രകാരം എനിക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഞാൻ പഠിച്ച ദീനിയായ ചിട്ടകൾ പാലിച്ച് ജീവിക്കുക എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് എന്നിൽ ഒതുങ്ങണം. അത് മറ്റുള്ളവർക്കൊരു ശല്യമാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക അത് ഭയങ്കര ബോറായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ച് പോർക്ക് നിഷിദ്ധമാണ്. അത് സത്യം തന്നെയാണ്. കാരണം ഞാൻ ഇതുവരെ പോർക്ക് കഴിച്ചിട്ടില്ല, ഇനി കഴിക്കാനൊട്ടും ആഗ്രഹിക്കുന്നുമില്ല. പോർക്കിൻ്റെ വില എത്രയാണെന്ന് എനിക്കറിയില്ല. പോർക്ക് കഴിക്കുന്നവരായിട്ട് എൻ്റെ അറിവിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അങ്ങനെ ആരുമില്ല. ഇനി ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിൽ വാങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതേക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊരു അറിവില്ല. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ മാത്രമാണ് ഞാൻ പോർക്കിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് കരുതി എനിക്ക് ഒട്ടും പോർക്കിനെ കുറിച്ച് ഒരു അറിവുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുട്ടിക്കാലം തൊട്ടേ മദ്രസയിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പോർക്ക് കഴിക്കരുത്, പോർക്ക് നജസാണ്, പന്നിയെ തൊട്ടാൽ നമ്മൾ കഴുകി വൃത്തിയാക്കണമെന്നതൊക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് കഴിക്കുന്നവരെ പരിഹസിക്കുക അത് ഭയങ്കര കുറ്റമാണ്. ഇപ്പം ഈ ഒരു കൂടത്തായിയുടെ ഒരു FB പോസ്റ്റ് കാരണം ഞാൻ പോലും ഇന്ന് മുസ്ലിം സുഹൃത്തുക്കളുടെ മുന്നിൽ വളരെ ലജ്ജയോടെ തല കുനിക്കേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എനിക്കൊന്നും ഈ ഒരു FB പോസ്റ്റിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ മുസ്ലിംസിൻ്റെ ഒരു പേര് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഇരയായിട്ടുള്ള വയനാട് ദുരന്തത്തിന് പോർക്കിൻ്റെ പേരിൽ പിരിവ് നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് ആകെ ഒരു ലജ്ജയാണ് തോന്നിയത്. ഈ നമ്മുടെ RSSലെ ചില നേതാക്കന്മാരെന്ന് പറയാൻ പറ്റില്ല, RSSനെ പോലെ വർഗീയത തുപ്പുക. ബീഫിൻ്റെ കാര്യത്തിൽ RSS എന്ത് നടപടിയാണോ സ്വീകരിക്കുന്നത് അതേ നടപടി തന്നെയാണ് ഇവിടെ കൂടത്തായി പോർക്കിൻ്റെ വിഷയത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇതിങ്ങനെ എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കേണ്ട ഒരു വിഷയമല്ല. തീർത്തും ഇസ്ലാമികമായിട്ടുള്ളൊരു വിഷയമാണ്. അത് സംസാരിക്കേണ്ടത് ഒരു ഇസ്ലാമികമായിട്ടുള്ളൊരു സദസ്സിലാണ്. ഞാൻ ഉദ്ദേശിച്ചത് മതപ്രഭാഷണം, ഖുർആൻ ക്ലാസ്സുകൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സദസ്സിലാണ് ഈ പോർക്കിനെ കുറിച്ച് മുസ്ലിം സഹോദരന്മാർക്കിടയിൽ ഒരു
ബോധവൽക്കരണ ക്ലാസ് നടത്തേണ്ടത്. അല്ലാതെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുമ്പം അത് കഴിക്കുന്നവർക്ക് അത് തീർത്തും അതൊരു പിന്നെ എന്താ പറയുക, അപമാനമായിട്ട് അവർക്ക് അത് അനുഭവപ്പെടും. സ്വാഭാവികമായിട്ടും അവരതിനെതിരെ പ്രതികരിക്കും. അപ്പം പ്രതികരിച്ച് വരുമ്പോൾ അത് വർഗീയതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ 1857 കലാപത്തെക്കുറിച്ച് കൂടെ ഞാൻ ഓർത്തുപോയി. കാരണം 1857 കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം എല്ലാവർക്കും അറിയാം. അന്ന് തോക്കിൽ നിറച്ചിരുന്ന ആ ഒരു മരുന്നിൽ, അല്ലെങ്കിൽ ആ ഒരു ഉണ്ടകളിൽ എന്താ പറയുക, ഈ പന്നിയുടെയും പശുവിൻ്റെയും നെയ്യ് ചേർത്തിട്ടാണ് ആ ഒരു വെടിയുണ്ടകൾ നിർമ്മിക്കുന്നതെന്ന് ആളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. കാരണം പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. ഇത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമാണ്. കാരണം പന്നി എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് ഹറാമാണ്. പശു എന്ന് പറയുമ്പം ഹിന്ദു സമുദായങ്ങൾക്ക് അതൊരു എന്താ പറയുക, ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ അവരതിനൊരു ഗോമാതാവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ദൈവതുല്യമായിട്ടാണ് പശുക്കളെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ നെയ്യ് വെടിയുണ്ടകളായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം ജനങ്ങൾക്കിടയിൽ അത് ഭയങ്കര രോഷമുണ്ടാക്കുകയും അങ്ങനെയാണ് അന്നത്തെ 1857 കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷേ അന്നത്തെ കലാപം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ളൊരു കലാപമായിരുന്നു. ആ ഒരു കലാപമാണ് പിന്നീട് നമ്മൾ ഇപ്പോൾ സ്വാതന്ത്ര്യം നേടാനൊക്കെ കാരണമായത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ വിഷയത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അതൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു കലാപമായിരിക്കില്ല എന്നും കൂടെ എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന്. മാക്സിമം ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ FB പോസ്റ്റുകളൊക്കെ വരുമ്പോൾ അതിനാരും പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക. എന്നെ സംബന്ധിച്ച് ഈ ഒരു എന്താ പറയുക, കൂടത്തായി നാസർ എന്ന ഒരു പണ്ഡിതൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യമാണ്. കാരണം പോർക്ക് കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ നടത്തുക ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ച് പുണ്യപ്രവൃത്തിയാണെങ്കിൽ കൂടി മറ്റുള്ള ഈ ഒരു ഫുഡ്, പോർക്ക് എന്നൊരു മാംസം കഴിക്കുന്ന ആളുകൾക്കിടയിൽ ഇങ്ങനെയൊരു കാര്യമെത്തുമ്പോൾ അത് അവർക്കിടയിൽ ഭയങ്കര സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മറ്റ് മതസ്ഥരെ ബഹുമാനിക്കാനും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം FB പോസ്റ്റുകളൊക്കെ, ഇത്തരം ഒട്ടും പക്വതയില്ലാത്ത FB പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തുക, അതിനെ ഷെയർ ചെയ്ത് പെരുപ്പിച്ച് കാണിക്കാതിരിക്കുക. ഇപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് വിഷയത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദത്തിൽ നിൽക്കുമ്പോൾ സഖാക്കൾക്ക് ഒരു വടി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തതുപോലെയായി. അവരാണ് ഇത് ഇത്രയേറെ വിഷയമാക്കിയത്. ഈ ഒരു പോർക്ക് വിഷയം ഇത്രയേറെ ഷെയർ ചെയ്ത് ഇത്രയേറെ പ്രശ്നമാക്കിയത് സഖാക്കളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇങ്ങനെയൊരു വിഷയം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സ്ക്രീൻഷോട്ട് വിവാദം എന്താ പറയുക, ഒന്ന് താഴ്ന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ വീണ്ടും ആളുകൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ അന്ന് ഇലക്ഷൻ സമയം തൊട്ടേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയൊരു പ്രശ്നമാണ് ഒരു സ്ക്രീൻഷോട്ട് വിവാദം. അപ്പോൾ അതിൻ്റെ കാരണക്കാരാരാണെന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുള്ളത് നമ്മുടെ ഒരു അതിയായ ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു വാർത്തയെ മുക്കിക്കളയാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു FB പോസ്റ്റ് എന്താ പറയുക വൈറലാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പലരിലും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഈ കൂടത്തായി ഒരിക്കലും ലീഗിൻ്റെ ആളല്ല കേട്ടോ. കാരണം എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് ഇദ്ദേഹം ലീഗിൻ്റെ ആളാണെന്നാണ്. എന്നിട്ട് എല്ലാവരും ലീഗിനെ കുറ്റപ്പെടുത്തുകയാണ്. ഒരിക്കലും കൂടത്തായി ലീഗിൻ്റെ ആളല്ല, ലീഗിൻ്റെ അഭിപ്രായവുമല്ല കൂടത്തായി പറഞ്ഞത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മുസ്ലിംസ് ഭൂരിപക്ഷമുള്ള നാടുകളിൽ അതിനേക്കാട്ടിലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് നമ്മുടെ സഖാക്കൾ തുന്നം പാടിയത്. അപ്പോൾ അവർക്ക് തന്നെ മുസ്ലിംസ് വോട്ടൊക്കെ കയ്യിൽ നിന്ന് പോയി എന്നതിൽ ഒരു ധാരണ വന്നിട്ടുണ്ട്. ഇനിയുള്ളത് അമുസ്ലിം സുഹൃത്തുക്കളുടെ വോട്ടാണ്. അപ്പോൾ മുസ്ലിംസിൻ്റെ വോട്ട് ഏതായാലും പോയി, എന്നാൽ പിന്നെ അമുസ്ലിം സുഹൃത്തുക്കളുടെ വോട്ടിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് അവർക്കൊരു അവസരം കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു അവസരം അവർ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ പിന്നെ അവർ കോഴിക്കോടും മലപ്പുറത്തും വന്നിട്ട് ഇങ്ങനെ പോർക്ക് ഫെസ്റ്റിവൽ നടത്തട്ടെ, അതിനുള്ള ധൈര്യം ഇവർക്കുണ്ടോ എന്ന് നമുക്ക് കാണാമല്ലോ.
പിന്നെ എൻ്റെ പൊന്നു സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ പോർക്ക് ഫെസ്റ്റിവലൊക്കെ നടത്തിയെന്ന് വിചാരിച്ച് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വോട്ട് തരും എന്നൊന്നും ചിന്തിക്കില്ലേ. കാരണം ഇവിടെ മലപ്പുറത്ത് നമുക്ക് ഇലക്ഷൻ ആകുമ്പോൾ അറിയാം, BJPക്കാർ ബീഫ് തക്കാരം നടത്തുന്നത് അല്ലേ. എന്നിട്ട് എന്താ ഉണ്ടാവുക, എല്ലാ മലപ്പുറം കാക്കമാരും താത്തമാരും പോയിട്ട് ബീഫ് തക്കാരത്തിൽ പങ്കെടുക്കും, നന്നായിട്ട് ബീഫൊക്കെ കഴിക്കും. എന്നിട്ട് വോട്ട് ദിവസം നല്ല രസകരമായിട്ട് ലീഗിന് വോട്ട് ചെയ്തങ്ങ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഇത് തന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. പോർക്കൊക്കെ എല്ലാവരും വാങ്ങിക്കും, കാരണം വയനാടിൻ്റെ കാര്യമാണ്. വയനാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു വോട്ട് വെച്ചിട്ട് ഇതുപോലെ പോർക്കോ ബീഫോ ഒക്കെ നൽകുക, അത് വിവരക്കേടാണെന്നേ പറയാനുള്ളൂ. പറ്റുമെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ ചെയ്തതുപോലെ ഒരു പൊൻകുരിശൊക്കെ ഒന്ന് നൽകി നോക്കൂ, വിജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം സുരേഷ് ഗോപി തെളിയിച്ചൊരു കാര്യമാണ്. ഒരിക്കലും സുരേഷ് ഗോപി അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ട് സംസ്ഥാനത്ത് നിന്നൊരു MP പാർലമെൻറ്റിലേക്ക് പോയതിൽ തൃശ്ശൂർക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മാതാവിന് അവരുടെ വിശ്വാസപ്രകാരം മാതാവിന് പൊൻകുരിശ് നൽകിയപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവർ സുരേഷ് ഗോപിക്ക് തന്നെയായിരിക്കും അവർ വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് പേടിയാവും. കാരണം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പൊൻകുരിശ് കിട്ടിയ മാതാവിൻ്റെ ഒരു കോപം അല്ലെങ്കിൽ ഒരു ദൈവകോപം ഞങ്ങൾക്ക് കിട്ടുമോ എന്നൊരു പേടി അവരിലുണ്ടാവും. അതിന് അവരെ കുറ്റം പറയാനോ കളിയാക്കാനോ ഒന്നും പറ്റില്ല. ഇവിടെ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ വോട്ടാക്കി മാറ്റിയവരാരാണോ അവരാണ് ഇവിടെ തെറ്റ് ചെയ്തത്. ഒരിക്കലും ഒരു മതവിശ്വാസത്തെ രാഷ്ട്രീയമായി കലർത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ ഗാന്ധിയൊക്കെ ഈ ഒരു കാര്യത്തിൽ റോൾ മോഡലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ലീഗോ എന്ന്. ലീഗിൻ്റെ വിഷയമായിട്ട് ഞാൻ പിന്നെ വരാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.